കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മുടെ റോഡായിരുന്നാലും അതുപോലെ കെട്ടിടങ്ങളായിരുന്നാലും പുതിയ വികസന പ്രവർത്തനങ്ങളായാലും കൂടുതൽ ഉണ്ടായി നമ്മുടെ നാട് കൂടുതൽ വികസിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിന് എല്ലാവരും കൈത്താങ്ങൽ കൊടുക്കണമെന്ന് തരുണത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു. അതിനെല്ലാവരുടെയും സഹകരണം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സക്കറിയ റമ്പാച്ചൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ടുപിടുത്തവും കണ്ടപ്പോൾ ഒരഭിപ്രായം പറഞ്ഞിരുന്നു. അത് കണ്ട മലങ്കര സഭാ വിശ്വാസികളും പട്ടക്കാരും മേൽപ്പട്ടക്കാരും മാത്രമല്ല മറ്റ് സഭക്കാരും സമുദായക്കാരും അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല നേരിട്ട് വിളിച്ചും അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവച്ചു. ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞത് റമ്പാച്ചൻ ചെയ്തത് അങ്ങേയറ്റം തെമ്മാടിത്തരവും നീതീകരിക്കാൻ ഒക്കാത്തതുമാണെന്നാണ്. ഈ റമ്പാച്ചനെ എനിക്ക് നന്നായി അറിയാം. എൻ്റെ വികാരിയായിരുന്നു 3 വർഷം. അദ്ദേഹം റമ്പാച്ചനാവുന്നതിന് മുമ്പ് വെറും വൈദികനായിരുന്ന കാലത്ത്. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലില്ലിപ്പൂക്കളോടുള്ള പ്രേമവും കരച്ചിലുമൊക്കെ എൻ്റെ ഇടവകയായ കോട്ടപ്പുറം പള്ളിക്കാർക്ക് നന്നായി അറിയാം. ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പരസ്യമായി വോട്ട് പിടിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും റമ്പാച്ചൻ ഇല്ലാതെ പോയല്ലോ. റമ്പാച്ചൻ്റെ കണ്ണിൽ തിമിരം ബാധിച്ചിട്ടുണ്ടോ? സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോ? ചോദിക്കാൻ കാരണം കഴിഞ്ഞ ആഴ്ച കോളേജിൽ നടന്ന വിദ്യാർത്ഥി സംഘടനത്തോടനുബന്ധിച്ച് മാനേജർ എന്ന നിലയിൽ റമ്പാച്ചൻ നടത്തിയ പ്രസ്താവന കോളേജിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നതാണ്. അതായത് കോളേജിൻ്റെ ആണിക്കല്ല് ഇളക്കുന്നതാണ്. കോളേജിലെ കുട്ടികൾ മയക്കുമരുന്നടിച്ചിട്ടാണ് വരുന്നതെന്നും അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ലെന്നും റമ്പാച്ചൻ പറഞ്ഞു. അത് ശരിയാണോ റമ്പാച്ച? അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാൻ കൊള്ളാമോ? അതിൻ്റെ നാണക്കേട് കോളേജിന് തന്നെയല്ലേ, മലങ്കര സഭയ്ക്കല്ലേ? ഈ റമ്പാച്ചനെ ഉടൻ തന്നെ ഏതെങ്കിലും മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യില്ല. എനിക്കറിയാം അദ്ദേഹത്തെ. ഞങ്ങളുടെ പൊന്നോമന രാജുവച്ചൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എല്ലാവരോടും സ്നേഹത്തിൽ മാത്രമേ പെരുമാറുകയുള്ളൂ. സ്നേഹിക്കാൻ മാത്രമേ രാജുവച്ചൻ അറിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ലില്ലിപ്പൂക്കളെയൊക്കെ സ്നേഹിക്കുന്നത്. സഭ അല്ലെങ്കിൽ ഭദ്രാസനം, അതുമല്ലെങ്കിൽ ആശ്രമം മുൻകൈ എടുത്ത് നല്ല ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം. അച്ഛൻ്റെ വോട്ടുപിടുത്തം കണ്ടുകൊണ്ട് ഒരു വിശ്വാസി കുറിച്ച കുറിപ്പ് ഒന്ന് കേൾക്കാം. മലങ്കര സഭയുടെ സ്ഥാനികൾ ഇത് കാണണം. വൈദിക വേഷം കെട്ടി എന്നതുകൊണ്ട് മാത്രം ഞങ്ങളൊക്കെ അച്ഛനെന്നും റമ്പാച്ചനെന്നും വിളിക്കേണ്ട ഗതികേടിലാണ്. പൂർവകാല ചരിത്രം പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ പത്രവാർത്തകളുടെ കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കോളേജിന്റെ മാനേജറുടെ കസേരയിൽ കയറിയിരുന്ന് മലങ്കര സഭയുടെ കുപ്പായമിട്ട് രാഷ്ട്രീയം പറയുന്ന ഇത്തരം വികട സരസ്വതികളെ സ്ഥാപിച്ച മെത്രാച്ചനും അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ കോളേജിൽ നടന്ന സംഘടനം കൈകാര്യം ചെയ്ത രീതിയും ഒന്ന് അന്വേഷിച്ചു നോക്കണം. മുൻപിരുന്ന ഏതോ ഒരു മാനേജർ കൊടുത്ത ആപ്ലിക്കേഷൻ പ്രകാരം ഇപ്പോൾ ലഭിച്ച ചില കോഴ്സുകൾക്ക് താനാണ് കാരണക്കാരൻ എന്ന രീതിയിൽ സ്വന്തം നിലയിൽ ഫ്ലെക്സ് വെച്ച് പരസ്യം ചെയ്ത പൊങ്ങത്തരവും ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. രാജാവ് നഗ്നനാണ്, നഗ്നനാണ്, നഗ്നനാണ്. അഭിവന്ദ്യ നിക്കോദിമോസ് തിരുമേനിയോട് ഒരു ചോദ്യം. അങ്ങേക്ക് ചെങ്ങമനാട് ദയറായുടെ വിസിറ്റർ ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞു പൊക്കൂടെ ഇനിയെങ്കിലും? ശക്തമായ മത്സരം നടക്കുന്ന 3 പാർട്ടികൾക്കും അവരുടേതായ സ്വാധീനമുള്ള ഒരിടത്ത് ഒരു രാഷ്ട്രീയക്കാരന്റെ വക്കാലത്തെടുക്കാൻ ഇദ്ദേഹത്തിന് സഭ അനുവാദം നൽകിയിട്ടുണ്ടെന്ന് കരുതട്ടെ. ഇദ്ദേഹത്തിന് വിവരക്കേടാകാം, പക്ഷെ സഭ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മാനേജരും ആശ്രമത്തിന്റെ സുപ്പീരിയറുമായ ഈ റമ്പാനെ ദയവ് ചെയ്ത് കയറൂരി വിടരുത്. മാനേജർ സ്ഥാനം വഹിക്കുന്ന സ്ഥാപനത്തിന്റെ മാന്യത കാണിക്കാൻ ഇദ്ദേഹത്തെ ഉപദേശിക്കണം. പരിശുദ്ധ മാത്യൂസ് തിതിയൻ ബാവ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം ഇങ്ങനെ വ്യഭിചരിക്കരുത്. അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കണം. നാളെ വിദ്യാർത്ഥി സംഘടനകൾ പടല തിരിഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ അവരോട് സമദൂരവും സമാധാനവും പറയേണ്ട ആളാണ് ഈ നിന്ന് കവലപ്രസംഗം നടത്തുന്നത്. ദയവായി ഇടപെടണം. അദ്ദേഹത്തിന് ഇത് മനസ്സിലാവില്ല. കാരണം വെളിച്ചവും വെളിപാടുമില്ലാത്ത ഒരാളാണെന്ന് പണ്ട് തന്നെ തെളിയിച്ചതാണ്. സാധു കൊച്ചിഞ്ഞു ഉപദേശിയുടെ ഒരു പാട്ടുണ്ട് റമ്പാച്ച. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു.
ഇതുപോലെ പല വിശ്വാസികളും ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. സഭാവിശ്വാസികളുടെ ഈ ആശങ്കകൾ സഭ മനസ്സിലാക്കണം. ഈ റമ്പാച്ചനെതിരെ സഭ നടപടിയെടുക്കണം. ഭദ്രാസനം ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തണം. വാഴക്കുന്നം അച്ഛനെ എന്തിനാ മാറ്റി നിർത്തിയേ? വല്ല പിടുത്തമുണ്ടോ? അതുപോലെ എല്ലാ ചുമതലകളിൽ നിന്നും സക്കറിയ റമ്പാച്ചനെ വിടർത്തി ആശ്രമത്തിൽ വിശ്രമിക്കാനിരുത്തണം. കുപ്പായം ഊരി വാങ്ങണം. ഇല്ലെങ്കിൽ സഭാവിശ്വാസികൾ അദ്ദേഹം പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. സഭയുടെ മുഖം രക്ഷിക്കണം. സഭാവിശ്വാസികൾക്കും പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും ഇവിടെ സ്വതന്ത്രമായി ഇറങ്ങി നടക്കണം. മുക്കിന് കിടന്ന് അടിമേടിക്കാനുള്ള അവസരമുണ്ടാക്കരുത്. എല്ലാ രാഷ്ട്രീയക്കാരും മലങ്കര സഭയ്ക്ക് വേണം.